പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നാണ്. അതിനായിട്ട് 1 കിലോ ബീഫ് ഇവിടെ അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. ഇത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ കുക്കറിനകത്തിലോട്ടിട്ട് വേവിച്ചെടുക്കാം. വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് കുക്കറിനകത്തിട്ട് ഒരു 3 വിസിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ അടിച്ചെടുക്കണം. നമുക്ക് കുക്കറിലേക്ക് ബീഫ് ഇടാം. നന്നായിട്ട് വെള്ളമൊക്കെ ഊറിയതാണ്. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ബീഫിനകത്ത് തന്നെ വെള്ളമൊക്കെ ഉണ്ട്. നമുക്കിനി ഇത് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ പൊടിയും കൈ കൊണ്ട് തന്നെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഇളക്കിയാലും മതിയാകും. നമ്മുടെ ബീഫിനകത്തേക്ക് ഇതെല്ലാം കൂടെ ഇട്ട് ഇളക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കണം. ചേരുവകളാണ് ചുമന്നുള്ളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. നമുക്കിതിനെ നന്നായി കൊച്ചുള്ളി നന്നായിട്ട് അരിഞ്ഞിട്ട് വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്ത് വരാം. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതിന് വേണ്ട പൊടികൾ ഏതൊക്കെയാണെന്ന് കാണിക്കാം. ഇതിന് വേണ്ട പൊടികളാണ് മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, അതുപോലെ ഉലുവ, കായപ്പൊടി, കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നമുക്കിനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ഇങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനി പാചകം ചെയ്യാം. നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെക്ക് ചൂടാക്കാം. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം തേങ്ങാക്കൊത്തിട്ട് കൊടുത്താൽ മതി. തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ട് വരാം. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. നമ്മുടെ വെളുത്തുള്ളി ചുമന്നുള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇത് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ല പച്ച മണം മാറി നന്നായിട്ട് മൂത്ത് വരണം. സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായി മൂക്കണം. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടത് യോജിപ്പിച്ച് കൊടുക്കാം. തീ കുറച്ചിട്ടേക്കണം ഈ സമയത്ത്, അല്ലെങ്കിൽ ഈ മസാലകളെല്ലാം, ഈ പൊടി ഐറ്റംസ് എല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് നന്നായിട്ടത് ചെറു തീയിലൊന്ന് പച്ച മണം മാറുന്നിടം വരെ ചൂടാക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ
ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് എടുത്ത് ഇതിലേക്ക് ഇടാം. വെള്ളത്തോടു കൂടി തന്നെ നമുക്കിത് പൊടിക്കാവുന്നതാണ്. നമുക്ക് ബീഫ് നന്നായിട്ട് ഈ അരപ്പിലോട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇറച്ചി ഇവിടെ ഇങ്ങനെ ഇളക്കി നന്നായിട്ട് അത് യോജിപ്പിച്ച് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെന്ത ഇറച്ചിയാണെങ്കിൽ പോലും അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് ഇതിലേക്കൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് അരപ്പും എരിയും മസാലയൊക്കെ ഉപ്പുമൊക്കെ അതിലേക്കൊന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് നമ്മൾ അതിൽ ഉപ്പുണ്ടോ എന്നും കൂടെ നോക്കേണ്ടതാണ്. ഉപ്പില്ലെങ്കിൽ ലേശം ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ചെറിയ തീയിൽ, നിങ്ങൾക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ആ ഇച്ചിരി ചാറോട് കൂടെ തന്നെ നമുക്കത് ഓഫ് ചെയ്യാം. ചാറ് വേണ്ട, പുരട്ടിയ രൂപത്തിലാണ് വേണ്ടിയതെങ്കിൽ അതുപോലെ എടുക്കാം. നമുക്കിതിനി കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. നമ്മളുടെ ബീഫ് കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ടത് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. കൊതിയോറും ബീഫ് കറിയാണ്. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ നല്ല വേവിച്ച കപ്പയുടെ കൂടെ നല്ല പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി ഈ ബീഫ് കറിയും കൂടെ ഒഴിച്ചൊന്ന് കഴിച്ചു നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.